21ാമത് സിഫ് ചാമ്പ്യൻസ് ലീഗിന് ജിദ്ദയിൽ വർണ്ണാഭമായ തുടക്കം. ആദ്യ ദിവസം നടന്ന മത്സരങ്ങളിൽ എ ഡിവിഷനിൽ യാംബു എഫ്സിക്ക് ജയം. ബി ഡിവിഷനിൽ ഫ്രണ്ട്സ് ജൂനിയർ, ന്യൂകാസൽ എഫ്സി എന്നിവരാണ് വിജയിച്ചത്. മത്സരങ്ങൾ 10 ആഴ്ച നീണ്ടുനിൽക്കും. വർണ്ണാഭമായ മാർച്ച് പാസ്റ്റോടെയും കലാപരിപാടികളോടെയുമാണ് സൗദി ഇന്ത്യൻ ഫുട്ബോൾ ഫോറത്തിന്റെ 21ാമത് ചാമ്പ്യൻസ് ലീഗ് ജിദ്ദയിൽ ആരംഭിച്ചത്. ജിദ്ദയിലെ വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകളും കലാകാരന്മാരും ചടങ്ങിന്റെ ഭാഗമായി. കിങ് അബ്ദുലസീസ് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. വ്യവസായി VP മുഹമ്മദ് അലി ടൂർണമെന്റിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിച്ചു. ഡോക്ടർ അഹമ്മദ് ആലുങ്കൽ, അബ്ദുൽ നാഫി കുപ്പനത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടന ദിവസം നടന്ന എ ഡിവിഷൻ മത്സരത്തിൽ സബീൻ എഫ്സിയെ പരാജയപ്പെടുത്തി യാംബു എഫ്സി വിജയിച്ചു. വാശിയേറിയ മത്സരത്തിൽ 1-2 ഗോളുകൾക്കാണ് യാംബു എഫ്സിയുടെ വിജയം. ദിൽഷാദ് അഹമ്മദിനെ കളിയിലെ താരമായി തെരഞ്ഞെടുത്തു. ബി ഡിവിഷനിൽ നടന്ന ആദ്യ മത്സരത്തിൽ സോക്കർ ഫ്രീക്സ് സീനിയേഴ്സിനെ മറുപടിയില്ലാത്ത 7 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ഫ്രണ്ട്സ് ജൂനിയർ വിജയിച്ചു. അജ്മൽ ജസീമാണ് മികച്ച താരം. രണ്ടാമത്തെ മത്സരത്തിൽ ന്യൂകാസിൽ എഫ്സി ACC ബി ടീമിനെ 1-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. മുഹമ്മദ് നിബ്രാസ് ആണ് പ്ലെയർ ഓഫ് ദി മാച്ച്. 3 ഡിവിഷനുകളിലായി 27 ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് സിഫ് പ്രസിഡന്റ് ബേബി നീലാംബ്ര പറഞ്ഞു. 27 ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ട്. ബി ഡിവിഷനും, എ ഡിവിഷനും, ഡി ഡിവിഷനും ആയി 3 തരംതിരിച്ചിട്ടുള്ള ടൂർണമെന്റുകളാണ് ഈ സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. ഇന്നത്തെ ഈ ടൂർണമെന്റ് ഇവിടെ കഴിഞ്ഞാൽ 14-ാം തീയതി പുറത്തും ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും ഈ സ്റ്റേഡിയത്തിൽ തന്നെയാണ് കളി നടക്കുന്നത്. 9 ആഴ്ചകളിൽ ഈ സ്റ്റേഡിയത്തിലും ഒരാഴ്ച പുറത്തുമായി 10 ആഴ്ച സിഫിന്റെ ടൂർണമെന്റ് ഈ കൊല്ലം നടക്കുകയാണ്. ഇന്ത്യയിൽ നിന്നും പ്രമുഖ ദേശീയ താരങ്ങൾ വിവിധ ടീമുകൾക്ക് വേണ്ടി ബൂട്ടണിയുന്നുണ്ട്. 10 ആഴ്ചകളിലായാണ് ടൂർണമെന്റ് നടക്കുന്നത്. അടുത്തയാഴ്ച ഖാലിദ് ബിൻ വലീദ് സ്റ്റേഡിയത്തിലും ബാക്കിയുള്ള എല്ലാ മത്സരങ്ങളും യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലുമായിരിക്കും നടക്കുക. ജിദ്ദയിലെ ഇന്ത്യൻ പ്രവാസികളുടെ ഫുട്ബോൾ ആവേശമാണ് നാം കണ്ടത്. 30 വർഷത്തോളം പാരമ്പര്യമുള്ള സിഫ് ടൂർണമെന്റ് കേവലം ഫുട്ബോൾ മത്സരം മാത്രമല്ല, പ്രവാസ ലോകത്തെ ഫുട്ബോൾ ആരാധകരുടെ ഒരു ഒത്തുചേരൽ കൂടിയാണ്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.